യുദ്ധസമാന സാഹചര്യങ്ങൾ വന്നു ചേർന്നപ്പോൾ നമ്മുടെ ദൃശ്യ മാധ്യമങ്ങൾ ഭാവനയിൽ കാണുന്ന സ്ക്രിപ്റ്റുകൾ തയ്യാറാക്കി നമുക്കിടയിലേക്ക് വാരി വിതറി തന്ന് നമ്മളത് കണ്ട് സായോജ്യമടഞ്ഞ് സന്തോഷവാന്മാരായി ജീവിച്ചു വരവേ നമ്മളുടെ സർവ്വ പ്രതീക്ഷകളും അസ്ഥാനത്താക്കിക്കൊണ്ട് നമ്മളുടെ സർക്കാരുകൾ, ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സർക്കാരുകൾ കോംപ്രമൈസ് ചെയ്തു, യുദ്ധത്തിൽ നിന്ന് പിന്മാറി. എന്നിട്ടും നമ്മളുടെ മാധ്യമങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ യാതൊരു താല്പര്യവുമില്ല. കഴിഞ്ഞ 7-ാം തീയതിക്ക് ശേഷം ഇന്നേ നിമിഷം വരെ നമ്മളുടെ കേരളത്തിൽ നിന്ന് മറ്റ് യാതൊരുവിധ വാർത്തകളും ഒരൊറ്റ മാധ്യമങ്ങളും പുറത്തുവിടുന്നില്ല. അതിന്റെ അർത്ഥം കേരളം ഈ 3 ദിവസം കൊണ്ട് സ്വർഗലോകമായി മാറിയെന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് വേണ്ട. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്കില്ല. ഈ യുദ്ധസമാന സാഹചര്യങ്ങൾ ഇങ്ങനെ സ്ക്രിപ്റ്റ് എഴുതി ഭാവനയിൽ കാണുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് വാരി വതറിത്തരാൻ ഒരുപാട് അധ്വാനമൊന്നും വേണ്ട. അതുകൊണ്ടാണ് നമുക്കിടയിലേക്ക് ഇത്തരം വാർത്തകൾ പിന്നെയും പിന്നെയും നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, സർവ്വ ചാനലുകളിലും വരുന്നത് ഒരൊറ്റ വാർത്ത. ഇത് കഴിഞ്ഞ് കുറെ ദിവസങ്ങളായിട്ട് വരുന്നത് വീണ്ടും വീണ്ടും പ്രക്ഷേപണം ചെയ്ത് നമുക്കിടയിലേക്ക് വാരി വതറിത്തരികയാണ്. സത്യമെന്താണ് അസത്യമെന്താണെന്ന് തിരിച്ചറിയാനുള്ള ശേഷിയില്ലാത്ത നമ്മള് ഇതൊക്കെ കണ്ട് സായോജ്യമടയുന്ന സാഹചര്യത്തിൽ ഇന്നലെ ഇവർ പരസ്പരം വേർപിരിഞ്ഞു മാറിയപ്പോൾ, യുദ്ധസമാന സാഹചര്യത്തിൽ നിന്ന് പിന്മാറിയപ്പോൾ, ഇന്ന് മുതലെങ്കിലും മറ്റ് സാധാരണ സാമൂഹ്യ വിഷയങ്ങളിൽ നമ്മളുടെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുമെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഒരു പ്രതീക്ഷയുമായിട്ട് കാത്തിരിക്കുന്ന നമുക്കിടയിലേക്ക്, നമുക്ക് മുന്നിലേക്ക് ഇന്ന് വരുന്നതും ഇതേ യുദ്ധസമാന സാഹചര്യങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി ഭാവനയിൽ സൃഷ്ടിച്ച കഥകളാണെങ്കിൽ നമ്മളുടെ അവസ്ഥ നമ്മൾ പിന്നെയും പുനഃപരിശോധിക്കണം. ഇതിങ്ങനെ മുൻപോട്ട് പോയാൽ നമ്മളുടെ അവസ്ഥ മഹാമോശമാണ് സോദര. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മാധ്യമങ്ങൾ പരിശോധിക്കുക. നിങ്ങളെ അവര് കറക്കുകയാണ്. ഇങ്ങനെ കറക്കി 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 അവര് പണമുണ്ടാക്കുമ്പോൾ നിങ്ങൾ അവരുടെ അടിമകളായി മാറി വരുന്നു. ജയ് ഹിന്ദ്.